സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസാക്ഷി ഉണ്ടായിരിക്കാൻ ഞാൻ പരിശീലിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 24:16. പുരോഹിതൻ ഏറെ വ്യക്തികളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ചില സാഹചര്യങ്ങളിൽ തങ്ങളുടെ ഏറ്റവും അടുത്തവരോടും ഉറ്റവരോട് പോലും പറയാത്ത കാര്യങ്ങൾ അവർ അവനോട് തുറന്നു പറയുന്നു. അത് പ്രധാനമായും അവൻ ദൈവത്തിൻ്റെ ദൗത്യം ചെയ്യുന്ന വ്യക്തിയാണെന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ്. അവരുടെ മനസാക്ഷിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ, പ്രത്യേകിച്ച് അസ്വസ്ഥതയുണ്ടാക്കുന്നതും സ്വകാര്യവുമായ കാര്യങ്ങൾ ഒരാശങ്കയും കൂടാതെ അവർ അവനോട് പറയുന്നു. അവനവരെ കേൾക്കുന്നു, വേണ്ട നിർദ്ദേശങ്ങളും ആശ്വാസവും നൽകുന്നു. അവനോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കെന്തോ പ്രത്യേകമായ ഒരാശ്വാസവും സമാധാനവും ലഭിക്കുന്നു. തങ്ങളേറെ വിശ്വാസത്തോടെ അവനോട് തുറന്നു പറയുന്ന കാര്യങ്ങൾ അവനിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകില്ല എന്ന പൂർണ്ണമായ ഉറപ്പ് അവർക്കുണ്ട്. അതോടൊപ്പം പുരോഹിതൻ ഓരോ ദിവസവും അർപ്പിക്കുന്ന ബലിയിലും അവൻ്റെ പ്രാർത്ഥനയിലും അവർക്കും സ്ഥാനമുണ്ടാകുമെന്നും അവർ ദൈവസന്നിധിയിൽ സ്മരിക്കപ്പെടുമെന്നും അവർക്കറിയാം. ഒരു ദിവസം തന്നെ പല വ്യക്തികൾ അവൻ്റെ അടുത്ത് വരാറുണ്ട്. ഓരോ വ്യക്തിയും തന്നോട് പറയുന്ന കാര്യങ്ങൾ ഏറെ ശ്രദ്ധയോടും ആദരത്തോടും കൂടെ അവൻ കേൾക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാണെന്നും ഓരോരോ അനുഭവങ്ങളും അങ്ങേയറ്റം പവിത്രമായാണ് കാണേണ്ടതെന്നും അവനറിയാം. വരുന്നവർ ചിലപ്പോഴൊക്കെ അച്ഛാ, ഇത് ഞാൻ മറ്റാരോടും പറഞ്ഞിട്ടില്ലട്ടോ എന്ന് പറഞ്ഞ് അവർക്ക് അവനിലുള്ള വിശ്വാസം ഏറ്റുപറയാറുണ്ട്. അവനാകട്ടെ താനീ കേൾക്കുന്ന കാര്യങ്ങൾ തന്നോടുകൂടെ മരിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന ബോധ്യത്തോടെയാണ് അവരുടെ മുമ്പിൽ ഇരിക്കാറുള്ളത്. സഹോദരരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ പുരോഹിതൻ അവരുടെ തെറ്റുകൾക്കും കുറവുകൾക്കും നേരെ കണ്ണടയ്ക്കുന്നവനല്ല. അവർ എന്തു ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നവനുമല്ല. തെറ്റുകൾ കാണുമ്പോൾ അവനത് തെറ്റാണെന്ന് പറയുകയും വേണ്ട സമയത്ത് അവരെ തിരുത്തുകയും ശരിയായ മാർഗമെന്തെന്ന് അന്വേഷിക്കാൻ സഹായിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇതെല്ലാം അവൻ ചെയ്യുന്നത് പൂർണ്ണമായ ആദരത്തോടും കരുതലോടും കൂടെയാണ്. അവരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ഹനിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാൻ അവൻ പരമാവധി ശ്രദ്ധാലുവാണ്. അവൻ അവരെ വിധിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യില്ല. കേൾക്കുന്ന ചില കാര്യങ്ങൾ അവനെ അസ്വസ്ഥമാക്കുന്നതായിരിക്കും. പക്ഷേ ആ അസ്വസ്ഥത മറ്റാരോടെങ്കിലും പറയാനോ വിവരങ്ങൾ കൈമാറാനോ കഴിയില്ല എന്നവനറിയാം. അതിൽ നിന്ന് എന്തു വേദനയും പീഡനവും ഉണ്ടായാലും അത് ഏറ്റെടുക്കാനും അനുഭവിക്കാനും അവൻ സന്നദ്ധനാണ്. അപ്രകാരം തൻ്റെ സഹയാത്രികരിൽ പലരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായി അവൻ അവരുമായി കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര തുടരുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എന്നെ വിശ്വസിച്ച് എന്നോട് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഏതാനും വ്യക്തികളെയെങ്കിലും ഓർക്കുക. അവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. മറ്റുള്ളവർ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് ദൈവത്തിന് നന്ദി പറയുക.
ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും ഈ ദൗത്യം നിർവഹിക്കാനുള്ള കൃപയാചിക്കുക.